ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അരിയും ഉഴുന്നും ഒന്നുമില്ലാതെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചെറുപയർ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഞാൻ. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു പിടി മല്ലിയില. അത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണം എന്നൊന്നുമില്ല. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ചെറുപയർ പകുതി ഇട്ട് കൊടുത്ത് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ചെറുപയർ കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കങ്ങ് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, ഒരല്പം വെള്ളം ഒഴിച്ചെടുത്തൊന്ന് അരച്ച് കിട്ടിയാൽ മതി. ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു കുഞ്ഞു കാര്യം കൂടി, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അരച്ച കൂട്ടിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർക്കാം. ഇത് എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തിക്ക് ബാറ്ററാണ് ഇതിൻ്റെ ഒരു പരുവം. ഒരുപാട് ലൂസായി പോയാൽ മാവ് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ദോശ ചുടാനുള്ള തവ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 1 സ്പൂൺ മാവ് ഒഴിച്ച് നന്നായി അങ്ങ് പരത്തി കൊടുക്കുക. ഇത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ദോശ ഇതുപോലെ പരന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ തീ വളരെ സ്ലോ ആക്കി വെച്ചിരുന്നിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. മാത്രമല്ല ഇതിന് ഈ ദോശത്തവയ്ക്ക് ഒരുപാട് ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പരന്ന് കിട്ടുകയില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ദോശയുടെ പുറം ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് സൈഡുകളിലും മുകൾ വശവും ഒക്കെ ഒന്ന് ചെയ്തതിന് ശേഷം ദോശ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ ചേർക്കുന്നത് ദോശയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും നല്ല ടേസ്റ്റുമാണ്. 2 സൈഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഓരോ ദോശ ചുടുന്ന സമയത്തും തവയുടെ ചൂട് ഒന്ന് ക്രമീകരിച്ചതിന് ശേഷം വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ. ഞാൻ അതിനായിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. അതിനെ ഒരു കോട്ടൺ കൊണ്ട് തുടച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് മാവ് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തവി ഒഴിച്ചു കൊടുത്ത് ചെറുതായി അങ്ങ് പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പരന്ന് കിട്ടുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ വളരെ ലോയിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. മാവ് പരത്തി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം അല്പം കൂട്ടി കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടാമത്തെ സൈഡ് വേഗം തന്നെ മൊരിഞ്ഞ് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ദോശയും ചുട്ടെടുക്കുക. തവയുടെ ചൂട് ക്രമീകരിച്ച് വേണം ചുട്ടെടുക്കാൻ. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കുന്നത്. മാവ് പൊങ്ങാൻ വയ്ക്കേണ്ട ആവശ്യമില്ല, അരിയും ഉഴുന്നും ആവശ്യമില്ല. എന്നാൽ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ദോശ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതൊരു ചമ്മന്തിയുടെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്തിരിക്കുന്നത്. തേങ്ങാ ചമ്മന്തിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാനതിന് തീർച്ചയായിട്ടും മറുപടി പറയുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.